മുന്നൊക്കെ പരസ്യം ചെയ്യാൻ പല മെത്തേഡ്സുകളും യൂസ് ചെയ്യുമായിരുന്നു. റോഡ് സൈഡിൽ പോസ്റ്റർ ഒട്ടിക്കുക, നോട്ടീസ് വിതരണം ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ റേഡിയോ പരസ്യങ്ങൾ ചെയ്യുക, TV പരസ്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ആളുകൾ ചെയ്തിരുന്നത്. ഇന്റർനെറ്റ് ബൂമിംഗ് ആയതോടുകൂടി ആഡ്സ് എല്ലാം ഡിജിറ്റലായി. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ബൂമിംഗ് ആയി വന്നത്. ഇനിയുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വൈബ് മാർക്കറ്റിംഗ് ആണ്. വൈബ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും AI-യും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ മാർക്കറ്റിംഗ് രീതിയാണ്. ഇതിനാണ് വൈബ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വൈബ് മാർക്കറ്റിംഗ് ട്രെൻഡ് കുറച്ച് കാലത്തേക്കുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പി റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, റിസർച്ചിങ്, ഇതിന് നമുക്ക് ChatGPT, പെർപ്ലെക്സിറ്റി, നോട്ട്ബുക്ക് LLM ഇതേപോലെയുള്ള ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഡ് ഡിസൈൻ ചെയ്യാൻ Canva AI, adcreative.com ഇതേപോലെയുള്ള ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് നാനോ ബനാന പോലെയുള്ള ടൂളുകൾ യൂസ് ചെയ്യാം. ക്വിക്കായിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ലോബിൾ ഡെവ് യൂസ് ചെയ്യാം. ഓട്ടോമേഷൻ ചെയ്യാൻ പബ്ലി, സാപ്പിയർ പോലെയുള്ള ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് എഫിഷ്യൻസിയും വർക്ക് പ്രൊഡക്ടിവിറ്റിയും നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ പല കാര്യങ്ങളും AI ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റർക്ക് കസ്റ്റമറെ കുറിച്ച് പഠിക്കുന്നതും കസ്റ്റമറെ മനസ്സിലാക്കി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ്.